നമ്മൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ്. അല്പസമയം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചൊരു വാർത്തയുടെ തുടർച്ചയാണിത്. കോഴിക്കോട് പേരാമ്പ്രയിൽ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിക്കെതിരെ കൂടുതൽ ഇടങ്ങളിൽ വിവാദ അനൗൺസ്മെന്റ് നടന്നിരുന്നു. നൊച്ചാട് പഞ്ചായത്തിലെ ചാലിക്കരയിൽ അനൗൺസ്മെന്റ് നടത്തുന്ന വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ UDF പുറത്തുവിടുകയാണ്. മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗമുദി കുട്ടിക്ക് എന്നാണ്. അത് മത ഏകീകരണത്തിന്റെ ചിഹ്നം കൂടിയാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. മതവർഗീയതയുടെ തന്ത്രമാണ് പേരാമ്പ്രയുടെ തെരഞ്ഞെടുപ്പ് ഗോഷ്ഠിയിൽ അവർ നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നു. മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗമുദി കുട്ടിക്ക് എന്നാണ്. അത് മത ഏകീകരണത്തിന്റെ ചിഹ്നം കൂടിയാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. മതവർഗീയതയുടെ തന്ത്രമാണ് പേരാമ്പ്രയുടെ തെരഞ്ഞെടുപ്പ് ഗോഷ്ഠിയിൽ അവർ നടത്തുന്നത്. MS അനീഷ് കുമാർ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഇപ്പോൾ ഈ ശബ്ദത്തിൽ എന്താണെങ്കിലും ഈ മുസ്ലിം ലീഗ് ആരോപിക്കുന്നത് പോലെയുള്ള പ്രയോഗം തന്നെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. പുതിയ കാലഘട്ടമാണ്, AI കാലഘട്ടമാണ്. അതുകൊണ്ടൊക്കെ ഈ അനൗൺസ്മെൻറ്റുകളിലുമൊക്കെ കൃത്രിമം നടത്താം എന്ന വാദമൊക്കെ മറുഭാഗത്തും ഉയരാം. അതിൻ്റെ സാങ്കേതികത്വവും ഒക്കെ പരിശോധിച്ച് ടെക്നിക്കൽ പരിശോധന പൂർത്തിയാകുമ്പോൾ മാത്രമേ വസ്തുത വെളിവാവുകയുള്ളൂ. പക്ഷെ പ്രാഥമികമായി ഇത്തരം അനൗൺസ്മെൻറ്റുകൾ പലയിടങ്ങളിലും നടത്തി എന്ന് ആണല്ലോ UDFൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ആക്ഷേപം. തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഒരു ആരോപണവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ആ സംഭവത്തോട് അനുബന്ധമായി തന്നെ മറ്റു ചില ഇടങ്ങളിൽ കൂടി സമാനമായ അനൗൺസ്മെന്റ് നടന്നിട്ടുണ്ട് എന്നാണ് UDF സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. കാരണം അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നും LDFന്റെ അറിവോടുകൂടിയല്ല, അല്ലെങ്കിൽ അത്തരം വാചകങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പ്രചരണം നടത്താൻ LDF സന്ദേശം നൽകിയിട്ടില്ല. തങ്ങൾ പുറത്തിറക്കിയിരിക്കുന്ന പ്രചരണ സാമഗ്രികൾ, അതിന്റെ കൃത്യമായ റെക്കോർഡിങ്ങുകളാണുള്ളത്, അത് നിങ്ങൾക്ക് വേണം തരാമെന്നൊക്കെ TP രാമകൃഷ്ണൻ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരിടത്തും മാത്രമല്ല, മറ്റു ചില ഇടങ്ങളിൽ കൂടി സമാനമായ രീതിയിലുള്ള പ്രചരണം അന്ന് നടന്നിരുന്നു എന്ന് തെളിവാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുന്ന പ്രചരണ സാമഗ്രികൾ ഇല്ല, അല്ലെങ്കിൽ അനൗൺസ്മെന്റ് വാഹനങ്ങളടക്കം ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. പലയിടങ്ങളിലും സമാനമായ രീതിയിൽ പ്രചരണം നടത്തിയെന്ന് പറയുന്ന UDFന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. ഇതിപ്പോൾ നേരത്തെ ഒരു സ്വകാര്യ ആൾ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്ന ഒരു ജീപ്പിന്റെ പശ്ചാത്തലത്തിലുള്ളത്. ഇത് പക്ഷേ CCTV ദൃശ്യങ്ങളിൽ നിന്നും പകർത്തിയ ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ആരോപണങ്ങൾ കടുക്കുകയാണ്. കൂടുതൽ ഇടങ്ങളിൽ തങ്ങൾ ആരോപിക്കുന്ന രീതിയിലുള്ള പ്രചാരണം LDF നടത്തി എന്ന് തന്നെയാണ് UDF ഈ വീഡിയോയിലൂടെ തെളിയിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുകയും ചെയ്യും. എന്തായാലും വലിയ ഒരു വിവാദത്തിലേക്കും നിയമപരമായ ഒരു കുരുക്കിലേക്കും ഒക്കെയാണ് പേരാമ്പ്രയിലെ മത്സരം ഇത്തവണ നീങ്ങുന്നത്. അഭിലാഷ്. വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് വിവാദ അനൗൺസ്മെന്റ്. അതേസമയം ഇതിന് മറുപുറം എന്ന നിലയിലേക്ക് ഫാത്തിമ തഹ്ലിയ മതം പറഞ്ഞുകൊണ്ട് വോട്ട് തേടുന്നു എന്ന പരാതി LDF നൽകിയിട്ടുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് പരാതികൾ കൂടുതലായി എത്തുന്ന സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. ഈ തോൽവി ഉറപ്പായതിനാലാണ് തനിക്കെതിരെ ഇത്തരം പ്രചാരണം നടത്തുന്നത് എന്നാണ് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫാത്തിമ തഹ്ലിയ അതേസമയം പറയുന്നത്. തനിക്കെതിരെ നടക്കുന്നത് വ്യക്തിഹത്യയാണ് എന്നും വർഗീയ പ്രചാരണത്തിന് പിന്നിൽ LDF ആണ് എന്നും അവർ പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നില്ല എന്നതുകൂടിയാണ് അവർ നൽകുന്ന മറുപടി. അതും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. വെൽഫെയർ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നത് സംബന്ധിച്ച് ആയിരുന്നു. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഇത്തരം ചർച്ചകളെല്ലാം പുരോഗമിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടിയുടെ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ
ഫാത്തിമ തഹ്ലിയ പങ്കെടുക്കുമെന്ന നിലയിൽ നോട്ടീസുകൾ അടിച്ചിറങ്ങിയിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ ഡീൽ ചർച്ച വലിയ തോതിൽ ഉയർന്നു വരുന്ന സാഹചര്യം. SDPI LDF പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ എന്തുകൊണ്ട് ആ വോട്ട് വേണ്ട എന്ന് പറയാൻ ഇടതുപക്ഷം തയ്യാറാകുന്നില്ല എന്ന് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ അത് തീർച്ചയായും വലിയ ആയുധമാക്കി ഇടതുപക്ഷം മാറ്റുമായിരുന്നു. എന്താണിപ്പോൾ ഫാത്തിമ തഹ്ലി ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം? നമ്മൾ ഇന്നലെ ഈ പരിപാടിയെ കുറിച്ചുള്ള നോട്ടീസും പോസ്റ്ററും ഒക്കെ നേരത്തെ തന്നെ ലഭിക്കുകയും ഇത് അടിസ്ഥാനപ്പെടുത്തി ഫാത്തിമ തഹ്ലിയുടെ ചില പ്രതികരണങ്ങൾ, പ്രത്യേകിച്ചും ഇന്നലെ TP രാമകൃഷ്ണൻ നൽകിയ വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത പരിപാടി സ്ഥലം എന്ന രീതിയിൽ തന്നെയാണ് പാറക്കടവിലെ മെസ്സേജ് സെന്ററിലേക്ക് ഈ വെൽഫെയർ പാർട്ടിയുടെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനമാണ് അവിടേക്ക് പോയത്. അവിടെ പരിപാടിക്ക് എത്തുമെന്ന ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. സംഘാടകരുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴും ഫാത്തിമ തഹ്ലിയ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, നോട്ടീസിൽ പേരുണ്ടായിരുന്നു. റസാഖ് പാലേരി ആണ് അദ്ദേഹം വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹമാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന്റെ തൊട്ട് താഴെ തന്നെ ഫാത്തിമ തഹ്ലിയ ആ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. മാധ്യമപ്രവർത്തകർ അവിടേക്ക് എത്തിയപ്പോൾ തന്നെ നമ്മളോടൊക്കെ സംഘാടകർ ചിലർ ചോദിച്ചു, നിങ്ങളോട് ആരാണ് ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞത്, എങ്ങനെ അറിഞ്ഞു എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും പിന്നീട് വളരെ തിരക്ക് പിടിച്ച ചർച്ചകൾ ഈ നേതാക്കൾക്കിടയിൽ നടക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇതിനിടയിൽ വീഡിയോ കോൾ വിളിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചപ്പോൾ ഈ അവിടെ കൂടിയിരുന്ന ആളുകളിൽ ഒരാൾ പറഞ്ഞത് ഫാത്തിമ തഹ്ലിയ തൊട്ടടുത്തുള്ള വീട്ടിലുണ്ട്, ഒരു 15-20 മിനിറ്റിനുള്ളിൽ ഇവിടേക്ക് വരുമെന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷെ പെട്ടെന്നാണ് പിന്നീട് റസാഖ് പാലേരി എത്തുകയും ചടങ്ങ് ആരംഭിക്കുകയും ചെയ്യുന്നത്. ആ സമയത്താണ് പിന്നീട് സംഘാടകരിൽ ഒരാൾ പറയുന്നത് അവർ പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി, പ്രചരണത്തിനിടെ എന്തോ സംഭവിച്ചു, കൊഴിഞ്ഞു വീഴുക മറ്റേതു, അതുകൊണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അതുകൊണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യമായതുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഈ സമയത്തൊക്കെ ഫാത്തിമ തഹ്ലിയുടെ ആളുകളെ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളെയും ഫാത്തിമ തഹ്ലിയും ഒക്കെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അത് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. എല്ലാവരുടെയും ഫോണുകൾ ഏതാണ്ട് 2 മണിക്കൂർ നേരത്തേക്ക് സ്വിച്ച് ഓഫ് ആയ അവസ്ഥയാണ്. പല മാധ്യമപ്രവർത്തകരും മാറി മാറി ഇവരെ വിളിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് കുറ്റ്യാടിയിൽ ഒരു ആശുപത്രിയിൽ ഇവർ ഉണ്ടെന്ന വിവരം ലഭിച്ചു. പിന്നീട് മാധ്യമപ്രവർത്തകർ ഈ നിജസ്ഥിതി അറിയാനായി, ആരോഗ്യനില എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാനായി ആശുപത്രിയിലേക്ക് പോയെങ്കിലും അവിടെയും ഫാത്തിമയെ കാണാത്ത ഒരു സാഹചര്യം. ആശുപത്രിയിൽ നിന്ന് നേരത്തെ തന്നെ മടങ്ങിപ്പോയിരുന്നുവെന്ന് അധികൃതർ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഏതാണ്ട് 6:30 മണിക്ക് ശേഷമാണ് ഫാത്തിമ വീണ്ടും പ്രചാരണ രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു കാര്യം പറയേണ്ടത് ഫാത്തിമ തന്നെയാണ്. കാരണം തന്റെ ഷെഡ്യൂളിൽ ഇല്ലാത്ത പരിപാടിയാണെന്നാണ് ഇപ്പോൾ അവർ വിശദീകരിക്കുന്നത്. പക്ഷേ വെൽഫെയർ പാർട്ടി പറഞ്ഞിരുന്നു ഇവർ ചടങ്ങിൽ എത്തും, അത് ചൂണ്ടിക്കാട്ടി നോട്ടീസ് വരെ അച്ചടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നമുക്കറിയാം, ഈ ഡീലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നിൽക്കുമ്പോൾ വെൽഫെയർ പാർട്ടി മാത്രം സംഘടിപ്പിക്കുന്ന ഒരു ചടങ്ങിൽ സ്ഥാനാർത്ഥി പങ്കെടുക്കുന്നത് ദോഷകരമായി ബാധിക്കും എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാവാം ഇത്തരം ഒരു തീരുമാനമെടുത്തത്. എന്തായാലും സംഘാടകർ പറഞ്ഞത് ഫാത്തിമ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. അത് ഏറ്റവും ശ്രദ്ധേയം. നിങ്ങൾ എങ്ങനെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞു, എങ്ങനെ എത്തി എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തന്നെ അതിലൊരു പരസ്യമായ യോഗമാണെങ്കിൽ പോലും പ്രാദേശിക തലത്തിൽ മാത്രം ഒതുക്കി നടത്താൻ വെച്ചിരുന്ന ഒരു പരിപാടിയാണെന്ന് എന്നാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അഭിലാഷ്. യെസ്, എന്തായാലും നേരത്തെ ഷെഡ്യൂൾ ചെയ്തത് പ്രകാരം ഈ പരിപാടി ഉണ്ടായിരുന്നില്ല എന്നാണ് ഫാത്തിമ തഹ്ലിയ പറഞ്ഞത്.